എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടപ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1/2 കിലോ അടയാണ് ഇവിടെ വാങ്ങിച്ചത്. അട നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ അടയിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് വേവിച്ചെടുക്കണം. നല്ലപോലെ വെന്ത ശേഷം ആ അട ഊറ്റി പച്ചവെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ട് കഴുകി തണുപ്പിക്കണം. അല്ല എങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന അടയെല്ലാം കട്ട പിടിച്ചു പോകും. അപ്പം 1/2 കിലോ അടയ്ക്ക് 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ ശർക്കര നന്നായിട്ട് വെള്ളത്തിലൊന്ന് കലക്കി ഒന്ന് പാനിയാക്കണം. അപ്പം നമുക്ക് പാനിയാക്കിയ ശേഷം ഇതൊന്ന് തിളപ്പിച്ചൊന്ന് പാനിയാക്കാം. ഈ പാനിയാക്കുന്ന സമയത്ത് നമുക്ക് ഉരുളിയിൽ നെയ്യൊഴിച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ മൂപ്പിച്ച് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഈ നെയ്യൊഴിച്ച ഈ ചട്ടിയിൽ തന്നെ നമുക്ക് അതിന് ശേഷം അട നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം മൂത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചട്ടിയിൽ തന്നെ അട നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കണം. ആ നെയ്യിലൊന്ന് വഴട്ടി റെഡിയാക്കി എടുക്കാം. ഏകദേശം എല്ലാ ഭാഗങ്ങളിലും നെയ്യൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നെയ്യേ ഒഴിച്ചുള്ളൂ. കാരണം വീട്ടിലുള്ളവർക്ക് നെയ്യുടെ ടേസ്റ്റിനോട് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. നെയ്യുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് നെയ്യുടെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കാച്ചി വെച്ച ശർക്കര പാനി അരിച്ച് ഇതിലോട്ട് ഒഴിക്കാം. നമ്മൾ എത്ര അടയാണോ എടുക്കുന്നത് അത്രയും തന്നെ അളവിൽ ശർക്കര എടുക്കുന്നത്. ഇപ്പം അടയും ശർക്കര പാനിയും കൂടി നന്നായിട്ട് വെട്ടിത്തിളച്ച് ഒരു പരുവാവണം, ഒരു കുറുകിയ ഒരു പരുവാവണം. നമ്മളപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ എടുത്ത ശർക്കര അത്ര തന്നെ കറുപ്പ് കളറല്ലായിരുന്നു. ആദ്യം നമ്മൾ 2ാം പാൽ ഒഴിച്ചു. അപ്പം ഞാൻ ഇതിനായിട്ടൊരു 3 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 3 തേങ്ങയുടെ 1ാം പാൽ മാറ്റി വെച്ച ശേഷം 2ാം പാലാണ് നമ്മൾ ആദ്യം ഒഴിക്കുന്നത്. 2ാം പാൽ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അടപ്പായസം ഒന്ന് കുറുകി വരുമ്പോൾ ശേഷം അവസാനം നമ്മൾ 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കും. 1ാം പാലും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം കൂടുതലായിട്ട് തന്നെ ഇളക്കി ഇത് ഒരു കുറുകിയ പരുവ് എത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൂപ്പിച്ച് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങാക്കൊത്ത് എന്നിവ ചേർക്കാം. ഇനി നമുക്കിതിന് ആവശ്യത്തിന് ഏലക്കാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. ചിലർ ജീരകപ്പൊടി ചേർക്കാറുണ്ട്, ചിലർ ചുക്കുപൊടി ചേർക്കാറുണ്ട്. ഞാനിപ്പം നമുക്കിവിടെ ചുക്കുപൊടി ഇല്ലാത്തതുകൊണ്ട് ഏലക്കാപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നല്ല അടിപൊളി